Hey friends, it's JBM and welcome back to my channel. Friends, ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും വിവോ Y19 എന്ന സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, താഴെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിന്നും ഒരു ചെറിയ ബോക്സിൽ നിന്നും നമുക്ക് ഒരു കവർ കേസും പിന്നെ വാറണ്ടി കാർഡും പിന്നെ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു കാർഡും ഉണ്ട്. അതിൽ സ്റ്റാർ വാല്യൂ മറ്റ് പല കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സിം ഇജക്ഷൻ ടൂൾ, അതായത് നമുക്ക് സിം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കാനുള്ള പിന്നും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതെല്ലാം മിക്ക പല ഫോണിലുള്ളതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു കവർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും ട്രാൻസ്പെറൻറ്റ് കവർ കേസ്, നല്ല ക്വാളിറ്റി ആട്ടോ. പിന്നെ നമുക്കിവിടെ ഫോണാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് ഫോൺ ഒന്ന് എടുത്ത് നോക്കാം. ആദ്യം തന്നെ പറയാൻ പറ്റില്ല, ഈ ഒരു ഫോൺ വലിയൊരു ഡിസ്പ്ലേയിലാണ് വരുന്നത്. അതും 6.53 ഇഞ്ചസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ബാക്ക് ലൈറ്റ് ട്രിപ്പിൾ ക്യാമറ ഫീച്ചറാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതും 16 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ വിത്ത് LED ഫ്ലാഷ്. ബാക്ക് ലൈറ്റ് തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. വലിയ ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ ബൂട്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. അതായത് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ 3.5mm ഓഡിയോ ജാക്കും പിന്നെ USB കണക്ഷനും സൈഡിലായിട്ട് സ്പീക്കേഴ്സും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഓഡിയോ കണക്ഷൻ ആയാലും സ്പീക്കറിൻ്റെ ക്വാളിറ്റി ആയാലും. അപ്പോൾ സൈഡിലായിട്ട് പവർ ബട്ടണിൽ നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ ഇത് ബൂട്ട് ചെയ്ത് തുടങ്ങി. കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് ബൂട്ട് ചെയ്ത് വരാൻ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ സൈഡിൽ സ്ക്രീനിലായിട്ട് കാണാം. ഇപ്പം നിങ്ങളത് കാണുന്നുണ്ടാവും. അപ്പോൾ അധികം ഒന്നും എടുത്ത് ഡീറ്റെയിൽ ആക്കി പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഫോൺ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നേരത്തെ തന്നെ ഒരു പാസ്വേഡ് ജസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വാട്സപ്പ് ആയാലും ഇപ്പോൾ നമ്മൾ ഫോൺ സാധാരണ എടുക്കുകയാണെങ്കിൽ ഈ വാട്സപ്പും ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൽ ഉണ്ടാവും. പിന്നെ നമുക്കിവിടെ ക്യാമറ ഒന്ന് എടുത്തു നോക്കാം. ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആദ്യം തന്നെ ഫോട്ടോ മോഡും പിന്നെ വീഡിയോ പിന്നെ ഇതിൽ സെറ്റിങ്സ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ മോഡുകളുണ്ട് കേട്ടോ, പോർട്രേറ്റ് മോഡും AR സ്റ്റിക്കറും, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ശരിക്കും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ബാക്ക് ക്യാമറ വെച്ച് നോക്കുമ്പോൾ. നല്ലൊരു ഫോട്ടോ ക്വാളിറ്റി, കാരണം അത്ര മെഗാ പിക്സൽ ആയതുകൊണ്ട് നല്ലൊരു ഫോട്ടോ ക്വാളിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ വേറെ പ്രത്യേക സെൻസറുകളുണ്ട്. അതായത് ഫിംഗർ പ്രിൻ്റ് സെൻസർ മാത്രമായിട്ടല്ല, ലൈറ്റ് സെൻസറും പ്രോക്സിമിറ്റി സെൻസറും ഇതിൽ ഈ ഒരു ഫോണിലുണ്ട്. പിന്നെ ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. ശരിക്കും പറയാം ഒരു ടൈപ്പ് LCD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ടൈപ്പ്. പിന്നെ നമുക്കിവിടെ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. സെറ്റിങ്സിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. വൈഫൈ കണക്ഷനും ഡാറ്റ നെറ്റ്വർക്ക്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സാധാരണ മിക്ക പല ഫോണുകളിലും അധികം കാണാത്ത ഒരു ഗെയിമിംഗ് മോഡും മോട്ടോർ ബൈക്ക് മോഡും, അങ്ങനെ അതായത് അൾട്രാ ഗെയിം മോഡും പിന്നെ മറ്റ് പല കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ USB കണക്ഷൻ ഡാറ്റ കേബിളാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്. അതായത് ഇത് ശരിക്കും ഒരു ടൈപ്പ് B ആണ്, USB ടൈപ്പ് B കണക്ഷനാണ്. അപ്പോൾ ഇതൊരു ഫാസ്റ്റ് ചാർജറാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണാം, നല്ലൊരു ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വിവോയുടെ. ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിക്ക പല ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഈ ചാർജറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊരു ഫാസ്റ്റ് ചാർജർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഈ ചാർജറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ചാർജ് ചെയ്താൽ മാത്രമേ നല്ല ഫാസ്റ്റ് ചാർജായിട്ട് കയറുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സെറ്റിങ്സിൽ പോയി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ OS വേർഷൻ കാണാൻ പറ്റും. ഫൺ ടച്ച് OS വേർഷനാണ് അത്. ജസ്റ്റ് ആ ഫോണിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇത് ആൻഡ്രോയിഡ് വേർഷൻ 9 വർക്ക് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. അതും ആൻഡ്രോയിഡ് 5 വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണാം, ഇതൊരു 5 വേർഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. നല്ലൊരു ഫോൺ തന്നെയാണ്. കാരണം 15K, അതായത് 15,000 രൂപയുടെ താഴെയായിട്ട് നല്ല ബെസ്റ്റ് ഫോണാണ്. സാധാരണ മിക്ക പല ഫോണുകളിലും മേലെയായിട്ടാണ് ഓരോ ഓപ്ഷൻസ് കാണുന്നത്. പക്ഷേ ഇതൊരു ഐഫോൺ ടൈപ്പ് മാതിരി താഴേന്നാണ് ഇതിൻ്റെ ഓരോ ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളും കാണുന്നത്. അതായത് വിവോ ഇറങ്ങിയ മുതൽ തന്നെ എല്ലാ ഫോണുകളിലും ഇങ്ങനത്തെ ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ കേസ് ഇടാൻ നോക്കി, പക്ഷേ ആദ്യം ചെറിയൊരു ടൈറ്റ് ഫീൽ ഉണ്ടെങ്കിലും അത് ഇട്ട് ഊരി എടുക്കുമ്പോഴത്തേനും ഓക്കെ ആവും. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാം.
വീഡിയോ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കളറിങ് തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോസ് കാണുകയാണെങ്കിൽ. അതായത് ഇതിൻ്റെ ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഡിസ്പ്ലേയുമാണ്, പിന്നെ IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളറിങ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം നല്ലൊരു ബ്രൈറ്റ്നസ്, അതായത് കളർ കൺട്രാസ്റ്റും എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി നല്ല ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു ഫീച്ചർ, അതായത് നല്ലൊരു കളറിങ് ഫീച്ചർ എല്ലാ കാര്യങ്ങളും ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ ചാർജിങ് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫാസ്റ്റ് ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മിനിറ്റുകൾക്കുള്ളിൽ അത്യാവശ്യം നല്ല ചാർജ് കയറുന്നുണ്ട്. പിന്നെ അത് മാത്രമായിട്ടല്ല, ഇത് 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചാർജ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ഫോട്ടോസ് ഒന്ന് എടുത്തു നോക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും നമുക്കിവിടെ ബ്രൈറ്റ്നസ്സും കൺട്രാസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ബൊക്കെ മോഡും അൾട്രാ വൈഡ് ആംഗിളും പിന്നെ മറ്റ് പല മോഡുകളുമുണ്ട്. അപ്പോൾ അൾട്രാ വൈഡ് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് പോർട്രേറ്റ് മോഡും എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഗെയിമിംഗ് ഒന്ന് നോക്കുകയാണ്, ഫ്രീ ഫയറിൻ്റെ ഗെയിമിങ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിമിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രീ ഫയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കാരണം ഒരു ലാഗും ഒരു കാര്യവും ഒന്നും ഈ ഫോണിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്കത് വലിയ കാര്യമായിട്ടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, നല്ല GB RAM ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ JBM ഫ്രം JBM വ്ലോഗ്സ്. സീ യു അഗെയിൻ.